ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 9-ാം വാക്യം. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളി പറയുന്നവൻ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിലും തള്ളി പറയപ്പെടും. സ്നേഹമുള്ളവരെ, ഇത് ഈശോ എന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവത്തെക്കുറിച്ച് പ്രഘോഷിക്കാനായിട്ട് എനിക്ക് പറ്റണം. പലപ്പോഴും നമ്മുടെ ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാനായിട്ട് മടി കാണിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. മാമോദിസായിലൂടെ മിശിഹായുടെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുകാരായ നമുക്ക് വലിയ ഒരു ഉത്തരവാദിത്തം ഈശോ നൽകുന്നുണ്ട്. എന്താണത്? പഠിപ്പിക്കുക. പുരോഹിതനെ പോലെ പഠിപ്പിക്കാനായിട്ട് ഓരോ ക്രൈസ്തവനും സാധിക്കണം. എൻ്റെ ജീവിതത്തിൽ മിശിഹായെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട്, മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് വിളിക്കപ്പെട്ടവനാണ് ഓരോ ക്രൈസ്തവനും. ഇത് പുരോഹിതരുടെയോ സന്യസ്തരുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല, നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കിന്ന് പറയാനായിട്ട് മടിയാണ്. ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് നമ്മൾ പ്രഘോഷിക്കാറുണ്ടോ? എവിടെയും ചെയ്യാറില്ല. മടി കാണിക്കുന്ന വ്യക്തികളാണ്. പലപ്പോഴും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അംഗീകാരത്തിന് വേണ്ടി ഈശോയെ ഞാൻ തള്ളിപ്പറയാറുണ്ടല്ലേ. എന്നാൽ ഈശോയ്ക്ക് വേണ്ടി നിലനിൽക്കാനായിട്ട് എനിക്ക് സാധിക്കണം. കൃത്യമായിട്ട് വചനത്തിൽ എൻ്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നീ എന്നെ തള്ളിപ്പറഞ്ഞാൽ ദൈവദൂതന്മാരുടെ മുൻപിലും നിന്നെയും ഞാൻ തള്ളിപ്പറയും. ഈ ഭൂമിയിൽ എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ നിലകൊണ്ടാൽ, എൻ്റെ ദൈവത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുത്താൽ, സ്നേഹമുള്ളവരെ, എനിക്ക് വേണ്ടി എൻ്റെ ദൈവം സംസാരിക്കും. ദൈവദൂതന്മാരുടെ മുൻപിൽ അവൻ എനിക്ക് വേണ്ടി സംസാരിക്കും. പലപ്പോഴും ഇന്ന് എനിക്കത് സാധിക്കും. ഞാൻ എവിടെയാണ് പ്രഘോഷിക്കേണ്ടത്? ഈ ലോകത്തിൻ്റെ അതിർത്തികളോളം ഒന്നും പോകണ്ട കേട്ടോ. ഞാൻ ദൈവത്തെക്കുറിച്ച് പങ്കുവെച്ചു കൊടുക്കേണ്ടത് എൻ്റെ കുടുംബത്തിലും എൻ്റെ ജോലി മേഖലകളിലുമൊക്കെയാണ്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഞാൻ മിശിഹായുടെ വ്യക്തിയാണ്, ഞാനൊരു ക്രൈസ്തവനാണ് എന്നതിൽ അഭിമാനിക്കാനായിട്ട് പറ്റണം. ആ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് പറ്റണം. അതേപോലെ തന്നെ എൻ്റെ കുടുംബത്തിൽ ഈ ക്രിസ്തുവിനെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് പറ്റണം. എൻ്റെ മക്കൾക്ക്, എൻ്റെ ഭർത്താവിന്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക് ഈശോയെ പങ്കുവെച്ചു കൊടുക്കുമ്പോൾ എൻ്റെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ഞാൻ നിറവേറ്റുകയാണ്. എന്നാൽ നമുക്ക് ഇന്ന് അത് സാധ്യമാവുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ ഇതിനോടൊക്കെ മടി കാണിക്കുക. ഈശോയെ പറഞ്ഞു കൊടുക്കാനായിട്ട് പണ്ടൊക്കെ കുടുംബങ്ങളിൽ ഇത് കൃത്യമായിട്ടുണ്ടായിരുന്നു അല്ലേ. മാതാപിതാക്കൾ മക്കൾക്ക് ഈശോയെക്കുറിച്ച് പങ്കുവെച്ചു കൊടുക്കുമായിരുന്നു. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്, ഈശോയുമായിട്ടുള്ള ബന്ധം എപ്രകാരമായിരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ഇത് കാണുന്നില്ല. ഈശോയെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് മടി കാണിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. ഞാനൊരു ക്രൈസ്തവനാണ് എന്ന് അഭിമാനത്തോടുകൂടി മറ്റുള്ളവരോട് പറയാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. കാരണം എന്താ? ക്രൈസ്തവതയിൽ സന്തോഷിക്കാനായിട്ട് എനിക്ക് പറ്റാത്തത് കൊണ്ടാണ്. ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം എനിക്ക് മനസ്സിലാകാതെ എനിക്കെങ്ങനെയാണ് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നത്? ഈശോയെ ഞാൻ പങ്കുവെച്ചു കൊടുക്കണമെങ്കിൽ, ഈശോയെക്കുറിച്ച് ഞാൻ പറയണമെങ്കിൽ ഈശോ ആരാണ് എന്ന് ഞാൻ മനസ്സിലാക്കണം. ഞാൻ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കാത്തടത്തോളം കാലം എനിക്ക് പങ്കുവെച്ചു കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ. എൻ്റെ കയ്യിലുള്ള ഒരു സാധനം മാത്രമേ മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ കയ്യിലില്ല എങ്കിൽ എനിക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈശോയെ നമുക്ക് മനസ്സിലാക്കാം, ഈശോയ്ക്ക് വേണ്ടി നമുക്ക് നിൽക്കാം, ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട്, അവനെക്കുറിച്ച് പ്രഘോഷിക്കുവാനായിട്ട്, പരാതികളും പരിഭവങ്ങളും ഒന്നും പറയാതെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനായിട്ട്, അവൻ നൽകിയ നന്മകളെ ഓർക്കുവാനായിട്ട്, എല്ലാവരുടെ മുൻപിൽ ഞാനൊരു ക്രൈസ്തവനാണ് എന്നതിൽ അഭിമാനിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.